നമുക്ക് ഉള്ളപ്പോഴും നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഛത്തീസ്ഗഡിലുണ്ടായ സംഭവങ്ങള് നമുക്ക് ഖേദം ഉണ്ടാക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. അപ്പോൾ സുവിശേഷം ആണ് പറയുക. അപ്പോൾ ഒരു യാന്ത്രികമായി ഒരു ഒരു കല്യാണ വീട്ടിൽ പോയി മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചെല്ലിച്ചു വരുന്ന ഒരു അവിവേകിയായിട്ട് കാണാൻ ഒരു സുവിശേഷ പ്രഘോഷനും സാധിക്കില്ല. കാരണം സുവിശേഷം പറയുന്നതോടൊപ്പം നമ്മുടെ സമൂഹത്തില്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിവില്ലാത്ത ഒരുതരം യാഥാസ്ഥിതിക മനോഭാവത്തോടെ ഞാനൊന്നും കേട്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞൊരു സുവിശേഷ പ്രഘോഷകനാകാൻ ഒരു പൊതുബോധമുള്ള ആർക്കും കഴിയില്ല. അതിന്റെ വെളിച്ചത്തില് കർത്താവായ യേശുവിന്റെ ജീവനുള്ള സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാരതത്തില് ഈ ഛത്തീസ്ഗഡിലുണ്ടായ സംഭവങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്നതാണ്. 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് 9 ദിവസം ജയിലിൽ പാർപ്പിച്ചത് അവരുടെ മേൽ ആരോപിച്ച കുറ്റം രാജ്യദ്രോഹ കുറ്റമാണ്. അതുകൊണ്ടാണല്ലോ NIA കോടതി മുഖേന അവരെ ജയിലിലടച്ചത്. അപ്പോൾ അവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് 3 കുറ്റങ്ങളാണ്. എന്താ കുറ്റങ്ങള്? 1, അവർ മനുഷ്യക്കടത്ത് നടത്തിയെന്ന. 2, അവർ മതപരിവർത്തനം നടത്തി. 3